അവരിനിയും കാണുന്നില്ലല്ലോ. ഒന്ന് വിളിച്ചു നോക്കിയാലോ? അതിന് നമ്പർ വേണ്ടേ? മോൻ്റെ ഫോൺ ഇവിടെ ഇരിപ്പുണ്ട്. മെറ്റക്കിന് നമ്പർ അറിയില്ലല്ലോ. അവർ വരുമ്പോൾ വന്നോളും, ചെറിയ കുട്ടികളല്ലല്ലോ. അതും പറഞ്ഞ് പിള്ളകത്തേക്ക് പോയി. ഇയാൾ ആരാ? എനിക്കവിടെ മനസ്സിലാവുന്നില്ല. ചില സമയത്ത് വില്ലനാണെന്ന് തോന്നും, ചില സമയത്ത് ഇങ്ങനെ അത്ര നല്ല വേറെ ആരും ഇല്ല. ആര്യപ്പിള്ളയെ നോക്കി പറഞ്ഞതും ഒരു ചിരിയോടെ എല്ലാവരും അകത്തേക്ക് കയറിപ്പോയി. മീനു, ഞാൻ പറഞ്ഞു കേട്ടു. നിന്റെ വായിൽ നിന്ന് എന്തെങ്കിലും വീണ ചത്തു കളയും ഞാൻ. മീനൊന്ന് ഞെട്ടി വേണ്ടെന്ന അർത്ഥത്തിൽ തലയാട്ടി ചിന്നുപുറത്തേക്ക് ഇറങ്ങിപ്പോയതും മീനു ഓരോന്നാലോചിച്ചിരുന്നു. മയക്കും വിട്ടുടർന്ന യാഷ് കാണുന്നത് തന്നെ ചുറ്റി പിടിച്ചുറങ്ങുന്ന കണ്ണിനെയാണ്. അവൻ ചുറ്റിലും നോക്കി. സ്വന്തം വീടല്ലെന്ന് കണ്ടതും അവനൊന്ന് നെടുവീർപ്പിട്ടു. ഇനിയിപ്പോൾ പറയണ്ട, അവിടേക്ക് പോകാൻ പറഞ്ഞ ചെക്കനെന്നെ കൊല്ലും. ചെറുതായി ക്ഷീണമുള്ളത് കൊണ്ട് തന്നെ യാഷ് പിന്നെയും ഉറക്കത്തിലേക്ക് വീണു. കണ്ണ് തുറന്നു. സമയം രാത്രിയായിരുന്നു. അവൻ വേഗം എഴുന്നേറ്റ് ഫ്രഷായി താഴേക്കിറങ്ങി കിച്ചണിൽ ചെന്ന് കോഫി ഉണ്ടാക്കി അതുമായി സിറ്റ് ഔട്ടിൽ പോയിരുന്നു. ഫോൺ എടുത്തൊരു നമ്പറിലേക്ക് കോൾ ചെയ്തു. എന്തായി? സാർ, ഹോസ്പിറ്റലിലുള്ള അവസ്ഥ മോശമാണ്. ആരെക്കൊണ്ടൊന്നും പറയാൻ സാധിക്കുന്നില്ല. ഒന്ന് മൂളിക്കൊണ്ട് അവൻ ഫോൺ കട്ട് ചെയ്തു. അച്ഛാ! നീലിമയുടെ അലറൽ കേട്ട് അയാൾ ഞെട്ടി. അച്ഛനോട് അവനെ കൊല്ലാനാണ് ഏൽപ്പിച്ചത്. മുന്നിലിരിക്കുന്ന ഫ്ലവേഴ്സ് തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് അവൾ ദേഷ്യമടക്കി. നീ ഒന്ന് അടങ്ങുമോളെ, ഒരബദ്ധം പറ്റിപ്പോതാ, അങ്ങോട്ട് വന്ന ചെറുപ്പക്കാരൻ പറഞ്ഞു. വിജയ്! നീലിമ അവനെ നോക്കി. വിജയ് വന്ന് നീലിമയെ ചേർത്ത് പിടിച്ചു. ഒന്നടങ്ങുവണ്ണേ, അവന് നമുക്ക് നമ്മുടെ വരയിൽ കൊണ്ടുവരാം. അതിനല്ലേ ചേട്ടൻ വന്നത്. വിജയ് നീലിമയുടെ അച്ഛൻ്റെ പെങ്ങളുടെ മകനാണ്. അവരുടെ കൂടെ എല്ലാ കൊള്ളരുതായ്മയ്ക്കും കൂട്ടു നിൽക്കുന്നവൻ. ഞാൻ ഡാഷ് മോൾ അവിടെ പിടിച്ചു നിർത്തി സമയം പോക്കിയതായിരുന്നു. അതിനിടയ്ക്ക് മറ്റേ പിന്നിൽ തോണ്ടാൻ നോക്കി. അവളില്ലേ, ആ മീനു, അവൾക്ക് എന്തൊക്കെയോ സംശയമുണ്ട്. പിന്നെ അവളെ ചിന്നു, അവളെപ്പോഴും ഞാൻ വരച്ച വരയിൽ വീണു. വിജയ് ചിരിയോട് പറഞ്ഞു. നീലിമയുടെ മുഖത്ത് ചിരി വിരിഞ്ഞു. ആരെങ്കിലും അവരെ തേടി വന്ന് തട്ടാനായിരുന്നു പ്ലാന്. കുടുംബത്തിലെ ഏതെങ്കിലും ഒന്നിനെ പരലോകത്ത് അയക്കാൻ. അതിനിടയ്ക്ക് നിന്റെ മറ്റവൻ കയറി വരുന്ന ആര് കണ്ടു? കൂടുള്ളവരോട് വന്നവനെ കൊല്ലാൻ ഏൽപ്പിച്ചു ഞാനിങ്ങ് വന്നു. അവളന്മാർക്ക് ആള് മാറിപ്പോയി. അവൻ ചത്തിട്ടില്ലേ? എണീറ്റ് വരട്ടെ. ആര് കൊന്നാലും തിന്നാലും വേണ്ടില്ല, എനിക്ക് ഭീഷണി വേണം. ഒരു ദിവസം അവൻ ഓർക്കും തോറും അവളുടെ വികാരങ്ങൾ അടക്കി നിർത്താനായില്ല. അവൾ വിജയെ തന്നിലേക്ക് അടുപ്പിച്ചു. അവൻ്റെ ചുണ്ടുകൾ കവർന്നു. രവിയെ നോക്കി ഒന്ന് കണ്ണിറുക്കി. അവൻ അവളെയും പൊക്കി റൂമിലേക്ക് കയറി. ബാക്കിയുള്ള മദ്യം കൂടെ വായിലാക്കി. രവി അവിടെ തളർന്ന് കിടന്നു. അകത്തിരുവരും കേട്ടാൽ അറപ്പ് തോന്നിക്കും വിധം ഇഴച്ചേരിൽ തുടങ്ങി. ഒരു തരം ഭ്രാന്ത് പിടിച്ചതുപോലെ നീലിമയുടെ വായിൽ നിന്നും പീഷിൻ്റെ പേര് പലവരും ആവർത്തിച്ചു കൊണ്ടിരുന്നു. വിജയുടെ മനസ്സിൽ ചിഹ്നുവായിരുന്നു. അമ്പലത്തിൽ വെച്ച് തന്നെ നുണഞ്ഞെടുത്തവളുടെ ചുണ്ടുകളും ഞെരിപിടിച്ച മാറുകളും അവനെ വീണ്ടും നീലിമയിലേക്ക് അമരാൻ പ്രേരണ നൽകി. കണ്ണ! യാഷിൻ്റെ വിളി കേട്ടതും അവൻ മുകളിലേക്ക് കയറി. എന്ത് വേണം? എൻ്റെ പൊന്നു കണ്ണ, നീ ഇങ്ങനെ മസിൽ പിടിക്കാതെ ഞാനൊന്ന് പറയട്ടെ കാര്യങ്ങൾ. നീയൊന്നും പറയണ്ട. കണ്ടമ്മയുടെ കയ്യിൽ നിന്ന് വാങ്ങി വന്നേക്കുന്നവന്. കണ്ണം പല്ല് കടിച്ചു. പ്രതീക്ഷിക്കാതെ കിട്ടുന്നറിയാൻ മാജിക് അറിയാലോ എനിക്ക്. ഒന്ന് പോടപ്പാ. യാഷ് അവനെ പുച്ഛിച്ചുകൊണ്ട് മറ്റൊങ്ങ് നോക്കി. ആരതിന് പിന്നിൽ? എനിക്കെങ്ങനെ അറിയാനാ? യാഷ് അങ്ങനെ ഇട്ട് അവനെ നോക്കി. അതേസമയം കണ്ണിൻ്റെ ചുണ്ടിലൊരു ചിരി വിരിഞ്ഞു. മോനെ കള്ളക്കണ്ണ, ഞാൻ അറിഞ്ഞാലും പറയില്ല. നിന്റെ മൊബൈലിലെ ഡോൺ കളി ഇവിടെ വേണ്ട. യാഷിൻ്റെ ആത്മ. അല്ല കണ്ണ, നീ എങ്ങനെ ഇവിടെ പറന്നെത്തി? യാഷ് പതി എണീക്കാൻ നോക്കി. അത് കണ്ട് കണ്ണൻ അവനെ കൂർപ്പിച്ചു നോക്കി. കണ്ണൻ അവനെ താങ്ങിക്കൊണ്ട് നേരെ ഇരുത്തി യാഷിനോട് ചേർന്നിരുന്നു. എനിക്ക് വരണം തോന്നി വന്നു. ദേ കണ്ണ, എന്നെ കൊണ്ട് പറയിപ്പിക്കല്ലേ, സത്യം പറടാ. യാഷ് അവൻ്റെ കയ്യിലടിച്ചു. കണ്ണൻ്റെ ഓർമ്മകൾ കുറച്ച് മണിക്കൂറുകൾ പിന്നിലേക്ക് പോയി. കോവിലത്തെല്ലാവരും യാഷിന് ആക്സിഡൻ്റ് ആയതിനെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു. അതേസമയം യാഷിൻ്റെ ഫോണിൽ ഗെയിം കളിക്കുമായിരുന്നു ആവണിക്കുട്ടി. കണ്ണനാണെങ്കിൽ യാഷ് താനയച്ച മെസ്സേജിന് റിപ്ലൈ ഒന്നും തന്നില്ലല്ലോ എന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു. രണ്ടും കൽപ്പിച്ച് അവൻ യാഷിൻ്റെ ഫോണിലേക്ക് വിളിച്ചു. ഗെയിം കളിക്കുന്നതിൽ ആവണി മോൾ കോൾ കട്ട് ചെയ്തുകൊണ്ടിരുന്നു. വീണ്ടും വിളിക്കുന്നു. കണ്ണം ബിസി എന്ന് കേൾക്കുമ്പോൾ അവന് ദേഷ്യം കൊണ്ട് വിറച്ചു. എടുക്കുന്നവരടിച്ചുകൊണ്ടിരുന്നവൻ ആവണി അഞ്ജലിയുടെ ഉറക്കെയുള്ള വിളി കേട്ടതും ആവണി ഞെട്ടി. കൊണ്ട് വെക്കടി അവിടെ, ഏത് സമയം ഫോണിലവള്. അഞ്ജലി അവളെ പിടിച്ചു വലിച്ച് ഹാളിലേക്ക് കൊണ്ടുപോയി. അവളുടെ കയ്യിലുള്ള ഫോൺ വാങ്ങി സോഫയിലിട്ടു. പിടിച്ചു വലിച്ചതിൽ അറ്റൻഡ് ബട്ടൺ തട്ടിപ്പോയിരുന്നു. ഫോൺ എടുത്തതും കണ്ണൻ്റെ വക പൂരപ്പാട്ടായിരുന്നു.
താൻ എന്തൊക്കെ പറഞ്ഞിട്ടും തിരിച്ചൊരു വാക്കുപോലും പറയുന്നില്ല എന്ന് കണ്ടതും അവൻ സംശയിച്ചു നിന്നു. ചെക്കന് ബോധം തെളിഞ്ഞില്ലെന്നാ പറഞ്ഞത്. അവനിവിടെ വന്നിട്ടില്ലേ ഉള്ളൂ. അപ്പോഴേക്ക് ഇങ്ങനെ പെരുമാറാൻ ആരാ ഉള്ളത്? എനിക്കറിയില്ല കുഞ്ഞ്. നാളുകൾക്ക് ശേഷമാണ് എൻ്റെ മോനൊന്നിവിടെ വന്നത്. അതിപ്പോൾ ഇങ്ങനെയായി. ഒന്നും പറ്റല്ല ഈശ്വര. മുത്തശ്ശി കണ്ണു തുടച്ചുകൊണ്ട് പറഞ്ഞു. ഫോണിലൂടെ ഇതൊക്കെ കേൾക്കുന്ന കണ്ണൻ്റെ ഹൃദയം ഇപ്പോൾ പൊട്ടുമെന്ന മട്ടിലായി. മുത്തശ്ശി പേടിക്കേണ്ട. പേക്ഷിട്ടൊന്നും സംഭവിക്കില്ല. എല്ലാം ഞങ്ങൾ കാരണം. ആ സമയത്ത് അമ്പലത്തിൽ പോകാൻ തോന്നിയത് മീനു കരഞ്ഞുകൊണ്ട് പറഞ്ഞതും എല്ലാവരും കൂടെ അവരെ സമാധാനിപ്പിച്ചു. കണ്ണൻ്റെ കയ്യിൽ നിന്ന് ഫോൺ താഴെ വീണു. യാഷിനെന്തോ സംഭവിച്ചെന്നവന് മനസ്സിലായി. 2 ദിവസം കൂടെ ഉള്ളൂ. മീറ്റിംഗ് എല്ലാം ഒഴിവാക്കി ഒരു നിമിഷം പോലും അവിടെ നിൽക്കാതെ പറക്കുകയായിരുന്നു യാഷിൻ്റെ അടുക്കലേക്ക്. കണ്ണൻ ഓർമ്മയിൽ നിന്നും പുറത്തു വന്നതും യാഷ് അവനെ നോക്കി കണ്ണ് ചിമ്പി അവനോട് ചേർന്നിരുന്നു. കണ്ണ, ഐ തിങ്ക് ചിന്നുമോൾ ചെന്ന് ചാടിയിരിക്കുന്നത് ആരുടെ കെണിയിലാണ്? എനിക്കൊന്നും അറിയണ്ട യാഷ്. എന്നെ ബാധിക്കുന്ന കാര്യമില്ല. അവനോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്നറിഞ്ഞതും യാഷ് പിന്നെ ഒന്നും മിണ്ടിയില്ല. പെട്ടെന്നാണ് അവൻ അച്ഛനും അമ്മയും ഓർമ്മ വന്നത്. കണ്ണൻ്റെ ഫോൺ വാങ്ങി അവൻ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു. അത് കേട്ടപ്പോൾ കോവിലകത്തുള്ളവർക്ക് ചെറിയ വിഷമം തോന്നിയെങ്കിലും കണ്ണൻ്റെ കാര്യം ഓർത്തുകൊണ്ട് ആരും ഒന്നും പറഞ്ഞില്ല. ഒരാഴ്ച കഴിഞ്ഞതും യാഷ് പതി എണീക്കാൻ തുടങ്ങി. വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ദിവസങ്ങൾ പിന്നെയും മാറ്റമില്ലാതെ കടന്നുപോയി. ഇടയിൽ അവിടെ പുതിയ ഓഫീസിൻ്റെ കാര്യങ്ങളും തറവാട്ടിലേക്ക് അവർ പിന്നെ പോയില്ല. കണ്ണൻ സമ്മതിച്ചില്ല എന്ന് വേണം പറയാൻ. യാഷിൻ്റെ മുറിവൊക്കെ ഉണങ്ങി. അവൻ ഉഷാറായി. കണ്ണൻ ഓഫീസ് കാര്യങ്ങൾ ശ്രദ്ധ കൊടുക്കാൻ തുടങ്ങി. മറ്റന്നാളാണ് ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ ഇനാഗ്രേഷൻ. അതിൻ്റെ തിരക്കിലാണ് യാഷും കണ്ണനും. കണ്ണൻ ഒരു സ്ഥലം വരെ പോകാനുണ്ടെന്ന് പറഞ്ഞത് നേരത്തെ ഇറങ്ങി. ഒത്തിരി വൈകിയാണ് യാഷ് വീട്ടിലേക്ക് എത്തിയത്. വെട്ടം വെളിച്ചമില്ലാതെ കിടക്കുന്ന വീടിനെ അവൻ സംശയത്തോടെ നോക്കി. കയ്യിലുള്ള കീ ഉപയോഗിച്ച് അകത്ത് കയറിയതും അവൻ ഞെട്ടി. അടികൊണ്ട് വീർത്ത കവിളുകളും ചോരയിലിരിക്കുന്ന ശരീരവുമായി കെട്ടിയിട്ട നിലയിൽ ചേർന്നിരിക്കുന്ന രൂപത്തെ അവൻ നോക്കി. നീലിമ. അവൻ അറിയാതെ പോയി. അവൻ്റെ നോട്ടം ചെന്നത് സകലതൻ ചുട്ടരിക്കാൻ പാകത്തിന് കയ്യിലുള്ള സിഗരറ്റ് ആഞ്ഞു വലിച്ചുകൊണ്ട് അവൾക്കെതിരായി ഇരിക്കുന്ന കണ്ണനെയാണ്. കണ്ണ! യാഷ് അവൻ്റെ അരികിലേക്ക് ചെന്നു. കണ്ണൻ അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. നീലിമയെയും ചുവന്നു വരുന്ന അവൻ്റെ കണ്ണുകളിൽ നിന്നും തന്നെ യാഷിന് കാര്യം മനസ്സിലായി. വല്ലതും ബാക്കി വെച്ച മതിയായിരുന്നു. അത് പറഞ്ഞ് കണ്ണടച്ചു. നീലിമയുടെ കരച്ചിൽ മുഴങ്ങി കേട്ടു. പെട്ടെന്ന് കണ്ണുകൾ വലിച്ചു തുറന്ന യാഷ് കാണുന്നത് തൻ്റെ കയ്യിലുള്ള ബ്ലേഡ് കൊണ്ട് നീലിമയുടെ കൈകൾ വരിയുന്ന കണ്ണനെയാണ്. കണ്ണൻ, നോ! എന്നാൽ കണ്ണൻ അതൊന്നും കേൾക്കുന്നില്ലായിരുന്നു. ഒരു ഉന്മാദിയെപ്പോലെ അവൻ വരഞ്ഞുകൊണ്ടിരുന്നു. യാഷിന് അവളുടെ അവസ്ഥയിൽ ചെറുതായി അലിവ് തോന്നി തുടങ്ങി. അവൻ കണ്ണൻ്റെ അടുത്തേക്ക് ചെന്നു അവൻ്റെ കോളറിൽ കൈവച്ചു. വേണ്ട കണ്ണ, വിട്ടേക്ക്. ഒരു പെണ്ണല്ലടാ. അവൻ കണ്ണൻ്റെ തോളിൽ പിടിച്ച് കുലുക്കി. അത് ദേഷ്യമോൾക്ക് ഓർമ്മ വേണമായിരുന്നു താനൊരു പെണ്ണാണെന്നും. അതും പറഞ്ഞ് അവളുടെ കവിളിലേക്ക് ആഞ്ഞിടിച്ചു. എല്ലാം കൊണ്ട് നീലിമ തളർന്നിരുന്നു. ഒരു വേള മരിച്ചിരുന്നെങ്കിൽ എന്ന് അവൾ ആഗ്രഹിച്ചു. ഇനി മേലെ ഞങ്ങളുടെ ഇടയിൽ കയറി വന്ന പുന്നാര മോളെ ഇതുപോലെ ആവില്ല. കൊന്ന് കൊത്തിയിടും ഞാൻ. ചോരപ്പൊടിയെന്ന് അവളുടെ കൈകളിൽ കണ്ണൻ അമർത്തി പിടിച്ചു. മുറിവിലൂടെ അതിശക്തമായി രക്തമൊഴുകി. യാഷ് അസ്വസ്ഥയോടെ കണ്ണുകൾ അടച്ചു. എന്തൊക്കെ പറഞ്ഞാലും അവന് മനുഷ്യപ്പറ്റുള്ളവനാ. ദേഷ്യം വന്നാൽ ചെകുത്താനാവുമെങ്കിലും ഇടയ്ക്കിടെ അവൻ്റെ മനസ്സ് പതറിപ്പോവും. എന്നാൽ കണ്ണൻ നേരെ തിരിച്ചാണ്. ദയയുടെ, സ്നേഹത്തിൻ്റെ, സഹതാപത്തിൻ്റെ ഒരു കണിക പോലും അവൻ്റെ മനസ്സിലുണ്ടാവില്ല. യാഷിനോടും ശ്രീകുട്ടിയോടും ഒഴികെ നിന്നെ ഞാൻ രക്ഷിക്കാം. പക്ഷെ പറ, എന്തിനു വേണ്ടിയായിരുന്നത്? അവൾക്ക് നേരെ ഒരു കുപ്പി നീട്ടിക്കൊണ്ട് കണ്ണൻ ചോദിച്ചു. കൂടെ അവളുടെ കയ്യിലേക്ക് കെട്ടുമഴിച്ചു. നീലിമാർത്തിയുടെ വെള്ളം വാങ്ങി കുടിച്ചു. ഇവനെ കിട്ടാൻ വേണ്ടിയാ ഇതൊക്കെ ചെയ്തത്. അച്ഛനും അപ്പച്ചനും മകനും കൂടി ഇന്ന് എനിക്ക് വേണം ഇവനെ. ഞാൻ ഇഷ്ടപ്പെട്ടു പോയി. അച്ഛന് വേണ്ടി ഇവൻ്റെ സ്വത്തുക്കള വിജയിക്ക പെണ്ണ് ചിന്നുവിനെയും എനിക്കിവരെ വേണം. അത് പറയലും അവളുടെ ബോധം മറഞ്ഞു. യാഷിടങ്ങനിട്ട് കണ്ണനെ നോക്കി. കണ്ണുകൾ അടച്ചു. തൻ്റെ ദേഷ്യം നിയന്ത്രിക്കുന്ന കണ്ണനെ കണ്ടതും യാഷ് ഒന്ന് ശ്വാസം അയച്ചു. പെട്ടെന്ന് ചാടി എണീറ്റ കണ്ണൻ നീലിമയെ ചവിട്ടി തെറിപ്പിച്ചു. കസേരയോട് കൂടെ പിന്നിലേക്ക് വീണു. നീലിമയുടെ തലച്ചുവരിലേക്ക് ഇടിച്ചു. ഡേവിഡ്! കണ്ണൻ അലറിയതും അവൻ്റെ ഗാർഡായ ഡേവിഡ് ഓടി വന്നു. ഹോസ്പിറ്റലില്ല, കൊണ്ടുപോയി അവളുടെ വീടിന് മുകളിൽ തള്ളിക്കൊടുത്തു വാ. അതും പറഞ്ഞവൻ യാഷിനടുത്ത് തോളിലിട്ട് റൂമിലേക്ക് കയറി. ഡേവിഡിൻ്റെ ചുണ്ടിലൊരു ചിരി വിരിഞ്ഞു. അത് കണ്ടതും അവരുടെ പ്രണയ നിമിഷങ്ങൾക്ക് പ്രതീക്ഷമായി. എപ്പോഴും സാക്ഷിയാവേണ്ടി വരുന്ന ആളാണ് ഡേവിഡ്. ഓർമ്മയിൽ അവൻ്റെ ചുണ്ടിൽ വീണ്ടും കള്ളച്ചിരി വിരിഞ്ഞു. റൂമിലേക്ക് കയറിയ കണ്ണൻ യാഷിനെ ചുമരോട് ചേർത്ത് നിർത്തി. അവൻ്റെ ഇരുമാറുകളെ അമർത്തി നിരച്ചുകൊണ്ട്
ചുണ്ടുകളിലേക്ക് ചേക്കേറി. ലെറ്റ്സ് സ്റ്റാർട്ട്. കണ്ണിറക്കി പരതിന് പ്രത്യേക ഭാവത്തിൽ നോക്കി യാഷവൻ്റെ ചുണ്ടിൽ ഗൂഢമായ ചിരി വിരിഞ്ഞു. അവനെ തട്ടി ബെഡിലേക്കിട്ടു. യാഷവൻ്റെ മേലേക്ക് അമർന്നുകൊണ്ട് തൻ്റെ 2 കൈകൾ കൊണ്ട് കണ്ണിൻ്റെ അരക്കെട്ടിൽ അമർത്തി നിരിച്ചു. യാഷവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. കണ്ണം പോരാന്ന ഭാവത്തിൽ തലയാട്ടി. ചുണ്ടുകൾ ഇഴച്ചു കൂടെ കൈകൾ കൊണ്ട് അരക്കെട്ടിൽ മാന്ത്രിക വിദ്യ കാണിക്കാനും മറന്നില്ല. യാഷ് എന്നുള്ള കണ്ണിൻ്റെ പുലമ്പൽ അവിടെ ഉയർന്നു. ഇനിയും വയ്യ. എന്നെപ്പോലെ ചാടി എണീറ്റു. കണ്ണ് യാഷിൻ്റെ ഷർട്ട് വലിച്ചു പൊട്ടിച്ചു. ഒപ്പം തൻ്റെ ടീഷർട്ട് അയച്ചു. ബാക്കി വന്ന വസ്ത്രങ്ങൾ അയച്ചു മാറ്റി നഗ്നരായി നിന്നു. യാഷ് ഒരു ചിരിയോട് അവനെ തൻ്റെ മേലേക്ക് വലിച്ചെടുത്തു. എൻ്റെ കണ്ണാ, ഇങ്ങനെ പോയി നമ്മൾ അധികം വൈകാതെ പരലോകത്തെത്തും. എന്താക്രമണാടാ, കിതച്ചുകൊണ്ട് യാഷ് കണ്ണനോട് പറഞ്ഞു. ഒന്ന് പോയടാ, ഇതൊക്കെയല്ലേ ഒരു ത്രില്ല്. വേറെ ആരോടല്ലോ, നിന്നോടല്ലേ. കണ്ണ് യാഷിനെ മുറുകെ പുണർന്നു. അവൻ്റെ നെറ്റിലൊന്ന് ചുംബിച്ചു. അത് മതിയായിരുന്നു യാഷിന്. മറ്റെല്ലാം മറന്നുകൊണ്ട് അവർ അങ്ങനെ തന്നെ കിടന്നു. രാവിലെ എവിടെയോ പോവാൻ വേണ്ടി ഡോർ തുറന്ന രവി മുന്നിലെ ബോക്സ് കണ്ട് അന്താളിച്ചു. അയാൾ അത് തുറന്ന് നോക്കിയത് ഞെട്ടിപ്പോയി. വിജയയുടെ അലർച്ച കേട്ട് വിജയോടി വന്ന് രവി തളർന്ന് നിലത്തേക്ക് ഇരുന്നു പോയി. പെട്ടി തുറന്ന് വിജയ് ഞെട്ടിപ്പോയി. ചുരുണ്ടുകൂടി കിടക്കുന്ന നീലിമി അവൻ അതിവേഗത്തിൽ നിന്ന് പുറത്തേക്കെടുത്തു. ഉമ്മറത്തേക്ക് കിടത്തി. അവളുടെ കോലം കണ്ടവർ പതറിപ്പോയി. ശരീരമാകെ ചോല ഒലിച്ചു. വികൃതമായ രൂപം. ബോധം വീണ്ടെടുത്ത അവൻ അവളെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് ഓടി. വിജയ്ക്കുറപ്പായിരുന്നു അവൾ ചത്തു എന്ന്. പേരിന് പോലും ശ്വാസമെടുക്കുന്ന പോലും കാണാനില്ലായിരുന്നു. ഐസിയുവിന് മുന്നിലിരിക്കുമ്പോൾ രവിയാകെ തകർന്നു. ആകെയുള്ളൊരു മകളാണ്. ഈ അവസ്ഥയിലും ജീവൻ ബാക്കി കിട്ടിയാൽ മതിയായിരുന്നു എന്നയാൾ ആഗ്രഹിച്ചു. അകത്തുനിന്ന് വിവരം കിട്ടിയില്ല. മണിക്കൂറുകളോളം അവർ അവിടെ ഇരുന്നു. ഓഫീസിലെ കാര്യങ്ങൾ നോക്കുമായിരുന്നു. കണ്ണനും യാഷും എല്ലാം സെറ്റാക്കിയിരുന്നു. പുറത്തേക്കിറങ്ങി അവർ JP മാൾ എന്ന ബോർഡിലേക്ക് നോക്കി അല്പനേരം നിന്നു. കണ്ണ, നീ എന്താ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്? മറ്റുള്ള കാര്യമൊന്നും എന്നെ ബാധിക്കില്ലെന്ന് പറഞ്ഞ് നടക്കുന്നവനുണ്ട്. യാഷ് അവനെ കളിയാക്കി. എന്തോ എനിക്കങ്ങനെ തോന്നി. ഈ നിമിഷം വേണമെങ്കിൽ മാറ്റാം. പുകച്ചിലുള്ള യാഷിൻ്റെ മുഖത്തേക്ക് ഊതിക്കൊണ്ട് അവൻ പറഞ്ഞു. ഏയ് വേണ്ട, അങ്ങനെ കുറച്ച് പാവങ്ങളുടെ പ്രാർത്ഥനയെങ്കിലും നിനക്ക് കിട്ടടാ. ഇങ്ങനെ തന്നെ മതി. യാഷവൻ്റെ വയറ്റിലേക്ക് ഇടിച്ചുകൊണ്ട് പറഞ്ഞു. കണ്ണൻ അവൻ്റെ കഴുത്തിലൂടെ കൈയിട്ട് തന്നിലേക്ക് അടുപ്പിച്ചു. ചുണ്ടകൾ തമ്മിൽ കോർത്തു. ഇതെല്ലാം കണ്ട് കിളിബോ സ്റ്റാഫ് അവിടെ നിൽപ്പുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ഇവർ കപ്പിളാണെന്ന്. ഒരുത്തൻ ഞാൻ കരുതി ഫ്രണ്ട്സാണെന്ന്. അയ്യടാ, വാ നമുക്ക് പോവാം. അങ്ങനെ കണ്ട അത് മതി. കഴിഞ്ഞ ദിവസം ദിനേഷിനെ കൊന്നില്ലെന്നേ ഉള്ളൂ. അവൻ്റെ പ്രവൃത്തിയിൽ ചെറിയ വീഴ്ച കണ്ടിട്ട്. വിഷ് സാർ ഒരു പാവ. അങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് അവർ കടന്നു പോയി. അവർ ആരും കാണാതെ പീയൂഷിൻ്റെ മറ്റൊരു മുഖം അധികം വൈകാതെ എല്ലാവർക്കും മുന്നിൽ വെളിവാകും എന്നവർ സ്വപ്നത്തിൽ പോലും വിചാരിച്ച് കാണില്ല. ഇന്നാണ് അവരുടെ ഷോപ്പിംഗ് മാളിൻ്റെ ഇനാഗ്രേഷൻ. രാവിലെ തന്നെ എല്ലാവരും എത്തിച്ചേർന്നിരുന്നു. യാഷിൻ്റെ കുടുംബത്തിലുള്ളവരെല്ലാം ഉണ്ട്. മറ്റുള്ള കമ്പനി ഉടമകളെല്ലാം ആകാംക്ഷയോടെ കാത്തിരിക്കുമായിരുന്നു. ലോകമെമ്പാടും നിറഞ്ഞു നിൽക്കുന്ന JB കമ്പനി എന്ത് ഉത്സവം ഇവിടെ കേരളത്തിൽ വെച്ചിട്ടുണ്ടാവുകയെന്നറിയാൻ, തങ്ങളുടെയൊക്കെ ചോറിൽ മണ്ണ് വാരിയിടുന്ന അവസ്ഥാവുമെന്നറിയാൻ വേണ്ടി. പറഞ്ഞ സമയം കഴിഞ്ഞിട്ടും റിബൺ കട്ട് ചെയ്യാൻ നിൽക്കുന്നത് കണ്ട് എല്ലാവരും പരസ്പരം നോക്കി. യാഷാണെങ്കിൽ ഒരു സൈഡിൽ ഫോൺ തോണ്ടിയിരിപ്പാണ്. കണ്ണൻ ആരെയോ വിളിച്ചിരിക്കുവാണ്. യാഷ് അവനെ നോക്കിയതും കൈകൊണ്ട് 5 മിനിറ്റ് എന്ന് കാണിച്ചവൻ അല്പസമയം കഴിഞ്ഞ് ഒരു കാറും കൊണ്ട് വന്നതും യാഷ് ചാടിയെണീറ്റു. കണ്ണൻ കാറിനടുത്തേക്ക് പോയി. കാറിൽ നിന്നും ഇറങ്ങുന്ന ആളെ കണ്ടതും യാഷ് അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചു. പിന്നാലെ ഇറങ്ങുന്ന സുന്ദരിയായ പെൺകുട്ടിയിലായിരുന്നു എല്ലാവരുടെയും കണ്ണുകൾ. അവൾ കണ്ണിനെ മുറുകെ പുണർന്നു. തിരികെ കണ്ണനും അവൻ്റെ ചുണ്ടിൽ വിരിഞ്ഞ ചിരി ഒരു അത്ഭുതത്തോട് നോക്കി നിന്നു. അവളെയും കൂട്ടി മുന്നോട്ട് നടന്നവൻ അവൾ അത്രയും ആൾക്കൂട്ടം കണ്ടതും ഒന്ന് പതറി. അതറിഞ്ഞ പോലെ അവൻ ഒന്നുകൂടെ അവളെ ചേർത്ത് നിർത്തി. ശ്രീകുട്ടി, ഇതാ മുറിക്ക്. അവളുടെ കയ്യിലേക്ക് കത്രിക കൊടുത്തുകൊണ്ടും അവന് പറഞ്ഞതൊരു ചിരിയോടെ അവൾ നാട മുറിച്ചു. അകത്തേക്ക് കയറിയതും എല്ലാവരുടെയും കണ്ണുകൾ മിഴിച്ചു. യാഷിൻ്റെ വീട്ടുകാരെല്ലാം അഭിമാനത്തോടെ നോക്കി നിന്നു. വെള്ളച്ചൻ ദേവയാനിയെ നോക്കി ചിരിച്ചു. ഒരു സൈഡിലായി ഒരുക്കിയ ഇരിപ്പിടത്തിൽ എല്ലാവരും ഇരുന്നു. ക്ഷണിക്കപ്പെട്ട മീഡിയാസ്, ആ നാട്ടിലെ വ്യക്തികൾ, അങ്ങനെ കുറച്ചധികം പേരുണ്ടായിരുന്നു. ഹായ് ഗായ്സ്, മൈ നെയിം ജഗന്നാഥ് ബാട്ടിച്ചേര. ഈസ് മൈൻ പീയൂഷ് ജഗന്നാഥ് ബാട്ടിച്ചേര. യാതൊരു മുഖവിരവുമില്ലാതെ തുറന്നടിച്ച് പറയുന്നവനെ കൗതുകത്തോടെ നോക്കി നിന്ന് മറ്റുള്ളവർ. ബാക്കിയുള്ള നിങ്ങളുടെ സംശയങ്ങൾക്കെല്ലാം ഇവർ മറുപടി തരും. കണ്ണൻ അവിടെ നിന്നും ഇറങ്ങി ഓഫീസിലേക്ക് പോയി. അവൽ നിന്നും അത്രയ്ക്ക് പ്രതീക്ഷ മതിയെന്നും യാഷിനെ അറിയാവുന്ന കൊണ്ട് അവൻ അവിടെ ഇരുന്നു. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദിനേഷ്, ഇവിടുത്തെ മാനേജറാണ്. സോ ഇതുവരെ ഈ മാളിനെ കുറിച്ച് ഒരു കാര്യം പുറത്തേക്ക് പോയിട്ടില്ല. ആദ്യമാണ് വിവരങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ഈ മാളിനുള്ളിലുള്ള ഫെസിലിറ്റി എല്ലാം സാധാരണക്കാരെ ആളുകൾക്കുള്ളതാണ്. അതായത് കുറഞ്ഞ പൈസയ്ക്ക് ഇവിടെ വന്നാൽ എല്ലാം വാങ്ങാം.
ചെറിയ ചെറിയ ക്ലിനിക്, എഡ്യൂക്കേഷൻ കോംപ്ലക്സ്, ഷോപ്പിംഗ് മാള്, ഫുഡ് കോർട്ട് അങ്ങനെ തുടങ്ങിയ ഒട്ടനവധി ഉണ്ട്. നിലവിലിപ്പോൾ കുറച്ച് സ്റ്റാഫ് മാത്രമേ ഉള്ളൂ. പഠനം കഴിഞ്ഞ് ഇതുവരെ ജോലി സെറ്റാവാത്ത, എക്സ്പീരിയൻസ് വേണ്ടാതെ തന്നെ ഇവിടെ ഓരോ വിഭാഗത്തിലേക്കും ആളുകളെ ക്ഷണിക്കുന്നുണ്ട്. അത് ഫാമിലി ബാക്ക്ഗ്രൗണ്ട് നോക്കിയാണ് അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നത്. ധനേഷ് പറഞ്ഞു നിർത്തിയതും എല്ലാവരിലും അത്ഭുതം നിറഞ്ഞു. പല മാളുകളിൽ കയറി ഇറങ്ങുന്നവരുണ്ട്. പലതും വാങ്ങിപ്പോവാൻ അവരുടെ മനസ്സിൽ ആശ ഉണ്ടെങ്കിൽ പലപ്പോഴും അതിന് സാധിക്കില്ല. ആ അവസരത്തിൽ ഇവിടെ ആർക്കും എന്ത് വേണമെങ്കിലും വാങ്ങാം, അതും കുറഞ്ഞ ചിലവിൽ. ബാക്കിയുള്ള ഇനി തൊട്ട് നമ്മുടെ ആഡ്, വെബ്സൈറ്റ്, ബ്രോഷർ എന്നിവയിൽ വ്യക്തമായ അറിയിപ്പ് നൽകുന്നതായിരിക്കും. ധനേഷ് പറഞ്ഞ് അവസാനിപ്പിച്ചു. കൂടുതലൊന്നും ആർക്കും ചോദിക്കാനില്ലായിരുന്നു. ഇന്ന് തുടങ്ങിയല്ലേ ഉള്ളൂ. ദിവസങ്ങൾ കഴിഞ്ഞാൽ മാത്രമല്ലേ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ അല്പം കഴിഞ്ഞതും വന്നവരൊക്കെ മടങ്ങിപ്പോയി. നല്ല കാര്യം, സാധാരണക്കാരൻ ജീവിക്കട്ടല്ലടി, പിള്ള ഭാര്യയോട് പറഞ്ഞതും അവർ തലയാട്ടി. മീനുവിൻ്റെ മുഖത്ത് മാത്രം സംശയം നിറഞ്ഞു. എന്തിനാവും ഇങ്ങനെ ഒരു തീരുമാനം? ഇതിന് പിന്നിൽ വേറെ വല്ല ഉദ്ദേശമുണ്ടോ എന്ന്. അവസാനം യാഷിൻ്റെ കുടുംബം മാത്രം ബാക്കിയായി. യാഷിൻ്റെ അടുത്തേക്ക് മീനു പോവാൻ നിന്നപ്പോഴാണ് ശ്രീകുട്ടി അങ്ങോട്ട് വന്നത്. എട്ടായി. യാഷ് അവളെ മൈൻഡാക്കാതെ നിന്നു.